എവ്രി വൺ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ചാറ്റ് ജി പി ടിയിലൂടെ നമ്മളെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാന്നാണ്. അപ്പം ഞാൻ ആദ്യം ക്രോം എടുക്കുന്നുണ്ട്. ക്രോം എടുത്ത് അതിൻ്റെ അവിടെ ചാറ്റ് ജി പി ടിന്ന് സെർച്ച് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ചാറ്റ് ജി പി ടി ഫ്രീ എന്നുള്ളിടത്ത് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും. ഇപ്പോൾ ചാറ്റ് ജി പി ടി ഞാനിത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതുകൊണ്ടാണ് ചാറ്റ് ജി പി ടി ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇട്ട് ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ആവും. ഇവിടെ പ്ലസ് കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്തത് ഗാലറിയിലേക്ക് ഡയറക്റ്റ് പോകും. ആഡ് ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗാലറിയിലേക്ക് പോകും. അവിടെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല നീറ്റിലായിട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പിന്നെ കുറേ ആപ്പിൽ ഇട്ടു നോക്കി, പക്ഷേ ഇത്ര നീറ്റിലായിട്ട് എനിക്ക് ഒരു ആപ്പിലും കിട്ടിയിട്ടില്ല. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഫോട്ടോ ഇട്ടിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻ ദ പിക്ചർ. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള പ്രോംപ്റ്റിൽ എനിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇഷ്ടമുള്ള സെൻറ്റൻസിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ആ ക്രോസ് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അമർത്തി കഴിഞ്ഞാൽ ഒരു വര കാണുന്നില്ലേ, ആ വര കാണുന്നിടത്ത് അമർത്തി കഴിഞ്ഞാൽ റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട് എന്ന ഇമേജ് നോക്കുക. റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ബാക്കിലത്തെ സാധാരണ ചെയ്യുന്നത് ഞാൻ വേറെ ആപ്പിലിട്ട് ചെയ്ത് നോക്കി, ആ ബാക്കിലത്തെ സോഫയൊന്നും പോയിട്ടുണ്ടായിട്ടില്ല. ലാസ്റ്റ് ഞാനിത് ഇറേസർ എടുത്ത് മായ്ച്ച് നോക്കി, എന്നിട്ടും ചേഞ്ച് ചെയ്തിട്ടില്ല. കുറച്ച് ടൈം എടുക്കും അത് ആക്ടിവേറ്റ് വരെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു വട്ടം പോലെ കാണുന്നില്ല, അതിങ്ങനെ കുറച്ച് ടൈമായിട്ട് ചേഞ്ച് ചെയ്യുള്ളൂ. ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറി വരേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ്സോളം എടുക്കും. നമുക്ക് വേണമെങ്കിൽ ചാറ്റ് ജി പി ടിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിലോ, അതായത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇടണമെങ്കിലോ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിലോ വേറെ എന്ത് കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇറേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഗ്രാമർ സെൻറ്റൻസ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കെന്തും ചാറ്റ് ജി പി ടിയിൽ ചെയ്യാൻ പറ്റും. കുറച്ച് സമയം എടുക്കും, ഒരു 5 മിനിറ്റ്സോളം എടുക്കുന്നുണ്ട് അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തത്. കാരണം ഇത്രയും നീറ്റിൽ എനിക്ക് ഞാൻ കുറേ ആപ്പിലിട്ടിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയിന്, പക്ഷേങ്കിൽ എനിക്കത് പറ്റിയിട്ടില്ല. കൃത്യമായിട്ട് നല്ല ഇത്രയും നീറ്റിലത് നല്ല വൃത്തിയുള്ളത് ചേഞ്ച് ചെയ്താലും ആ ഫോട്ടോൻ്റെ അത്ര നീറ്റ്നെസ് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ആ നീറ്റ്നെസ് കിട്ടണമെങ്കിൽ അത് ചില ആപ്പിലെല്ലാം പൈസ എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത്ര പൈസ കിട്ടിയാൽ മാത്രമേ അത് ചേഞ്ച് ആവുള്ളൂ, ആ ആപ്പിൽ അവർക്ക് പൈസ കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആപ്പിലിട്ട് ചേഞ്ച് ചെയ്ത് നോക്കിന്, പക്ഷേങ്കിൽ ഇങ്ങനെ പൈസ ചോദിക്കുന്നുണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഏതായാലും കുറേ ആപ്പിൽ ഏതോ ഫേമസ് കുറേ ആപ്പിൽ ഞാൻ ഇട്ട് നോക്കിന്, പക്ഷേങ്കിൽ അവരത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേങ്കിൽ അത് അവർ പൈസ ചോദിക്കുന്നുണ്ട്. അവർ ചോദിച്ച പൈസ കൊടുത്താൽ മാത്രമേ അത് ചേഞ്ച് ചെയ്യാൻ പറ്റൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും നീറ്റിൽ നല്ല വൃത്തിയിൽ എൻ്റെ ഫോട്ടോ അടക്കം നല്ല നീറ്റിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് വരും. നല്ല ഭംഗിയില്ല, അത് നമ്മൾ ഇട്ട ഫോട്ടോനെക്കാട്ടിയും കുറച്ചും കൂടി നീറ്റായിട്ടത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മുറിച്ചിട്ടുണ്ട്, എനിക്ക് വേണമെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാനും എല്ലാം നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും. ചില ഫോട്ടോയിൽ ഇട്ടിട്ട് അതിൻ്റെ ഫോട്ടോ ബാക്കിലത്തെ ഞാനിരുന്ന ആ സോഫേൻ്റെ ഇത് മാറിയിട്ടില്ലായിരുന്നു, അത് ഞാൻ ഇറേസർ എടുത്ത് മായ്ച്ചതാണ് ചേഞ്ച് ചെയ്ത്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കണ്ടോ, നല്ല ഭംഗിയിൽ എൻ്റെ ഫോട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, അവിടെ തന്നെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഗാലറിക്ക് സേവ് ആവും. താങ്ക് യു.